നേരത്തെ രാത്രിയൊക്കെയാണ് ഞങ്ങൾ ബസ്സിലിരിക്കുന്നത്. ഒത്തിരി അങ്കിളുമാരായാലും എങ്ങനെ ഒരുപാട് മോശം ബിഹേവിയർ. ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാ നമ്മൾ കാണേണ്ടി വരുന്നത്. ശരിക്ക് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പി. എല്ലാവർക്കും നമസ്കാരം. പുണ്ടാമോളെ പറ്റിയിട്ട് സംസാരിക്കാം. അതിനു മുന്നേ 2 വാക്ക് എനിക്ക് പറയണം. ചില കമന്റ്സുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ വീഡിയോയിൽ മാത്രമല്ല, മറ്റുള്ള പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കമന്റ് ബോക്സുകളിൽ ഞാൻ കാണുന്നുണ്ട്. നീയൊക്കെ ഇത് റീച്ചിന് വേണ്ടിയിട്ടല്ലാടാ കണ്ടന്റ് ആക്കുന്ന, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലാടാ ഈ വീഡിയോസ് ചെയ്യുന്നത്, ഇങ്ങനത്തെയൊക്കെ കമന്റ്സുകൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സീരിയസ്ലി റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഇതിൽ നിന്ന് ഏണിങ്സും കിട്ടാറുണ്ട്. അല്ലാണ്ട് ഏണിങ്സ് ഒന്നും ഇല്ലാത്ത പരിപാടിയൊന്നും അല്ല. പക്ഷേ ഇതുപോലത്തെ ഓരോ കേസുകൾ ഇവിടെ മെയിൻ സ്ട്രീം മീഡിയ അടക്കം ചർച്ച ചെയ്യാൻ ധൈര്യമില്ല, നട്ടലിന് ഉറപ്പില്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാര് ഇതിന്റെ മുൻപും പിൻപും തിരിഞ്ഞു നോക്കാണ്ട് എന്ത് കോപ്പയിലും വരട്ടെന്ന് പറഞ്ഞ് വലിച്ചു കീറി ഒട്ടിക്കാറുണ്ട്. ഇന്ന് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ കാരണവും അതുപോലെ ഇതൊരു പോലീസ് കേസിലേക്ക് എത്താനുള്ള കാരണവും ആരാ? മെയിൻ സ്ട്രീം മീഡിയ കാരണോ? അമ്മാരുടെ ചർച്ചയൊന്നും അങ്ങോട്ട് പൊലിപ്പിച്ചില്ല. എന്നാൽ നമ്മളെപ്പോലുള്ളവന്മാർ ഓരോന്നും കുത്തി പൊക്കി അടിച്ചു. ഓരോന്നും തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചു. അത് വലിയൊരു ചർച്ചാ വിഷയമായി. അതിനൊക്കെ ശേഷമാണ് മെയിൻ സ്ട്രീം മീഡിയ അടക്കം ഇത് ചർച്ചയിലോട്ട് കയറ്റിയത്. അത് നമ്മളെപ്പോലുള്ള ഓരോരുത്തരും തന്നെയാണ്. ഈ മെയിൻ സ്ട്രീം മീഡിയ ചർച്ച ചെയ്ത സമയത്തും ആ പെണ്ണ് അതിജീവിതയായിരുന്നു. അവർക്ക് ഫോട്ടോ മറച്ചു വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷെ വരുന്നത് വരട്ടെ, ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കുണ്ടാവുന്ന എല്ലാ വിപത്തുകളും നമുക്കറിയാം. അവളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളകത്ത് കിടക്കും. പക്ഷെ എന്ത് കോപ്പയിലും വരട്ടെ, ഇതുപോലത്തെ തന്തയില്ലായ്മ കാണിക്കുന്ന എല്ലാ തേവിച്ചുകളെയും വലിച്ചീറി ഒട്ടിക്കും എന്നുള്ളൊരു ഒറ്റ ചങ്കുറ്റത്തോടെ നമ്മൾ ഓരോരുത്തരും വീഡിയോ ചെയ്തിട്ടുള്ള. അല്ലാണ്ട് മീഡിയക്കാരെ പോലെ പേടിച്ച് മുള്ളി ഓടിയിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് റീച്ച് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ്. കാണണം, ജനങ്ങൾ കാണണം. ഇതുപോലുള്ള ഓരോ പുണ്ടാമക്കളെയും ജനങ്ങൾ കാണണം. ജനങ്ങൾ വലിച്ചു കീറി ഒട്ടിക്കണം. ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ ഇനിയും പ്രതികരിക്കും. അതിലിനിയിപ്പോൾ ആർക്കെങ്കിലും അടിക്കാനുണ്ടെങ്കിൽ മാറി ഇതങ്ങോട്ട് അടിച്ചാൽ മതി. കൂടുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരല്ലേ. റീച്ചിന് വേണ്ടിയിട്ടാണെന്ന്. റീച്ചിന് വേണ്ടിയിട്ട് തന്നെടാ പുന്നാര മക്കളെ. കുറെ എണ്ണം ഉണ്ട്. എല്ലാവരും ഒന്നും അല്ലേട്ടാ. ഇത് മാന്യമായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെ നിന്ന് പ്രതിഷേധിക്കുന്ന ജനങ്ങളുണ്ട്. പക്ഷെ അല്ല, ഇതിന്റെ ഇടയിൽ ഈ പുന്നാര മോളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെയോ കഴുപ്പണം കെട്ട ടീംസ് ഉണ്ട്. അതൊക്കെ ഈ ഫേക്ക് ഐഡികളിൽ നിന്ന് വന്നിട്ടാണ് ഈ ഒരു കമന്റ് ഇട്ടിട്ട് ഇതിനെ ട്രാക്ക് മാറ്റി വിടാൻ നോക്കുന്നത്. കഷ്ടം. അറ്റ്ലീസ്റ്റ് ആ കമന്റുകൾ ഇടുമ്പോൾ ചങ്കുറ്റത്തോടെ ഒന്ന് ഒറിജിനൽ ഐഡിന്ന് ഫോട്ടോ സഹിതം കാണിച്ചിടാ തന്തയില്ലാത്ത മക്കളെ. ഇതിനൊക്കെ ഞാന് പറഞ്ഞാൽ കൂടിപ്പോ. ഇനി ഈ പുന്നാര മോളെ ഒരു വീഡിയോ ഞാൻ കൊടുക്കാൻ കേട്ടാ. എന്നാ മോട്ടിവേഷൻടാ. പിടിച്ച് ഒരച്ചങ്ങ് തീർത്തങ്ങ് വിടണം. അതാണ് ഇവളെയൊക്കെ ചെയ്യാനുള്ളത്. എനിക്കിപ്പോഴും ആ ഒരു കലി, ഇത് മാറുന്നില്ല. കാരണം ഇവക്ക് എന്തെങ്കിലും സംഭവിക്കണം. ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ എൻ്റെ ഉള്ളിൽ ആ ഒരു കലിപ്പങ്ങ് കെട്ടടങ്ങത്തുള്ളൂ. എൻ്റെ ഉള്ളിൽ മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോ ജനങ്ങളുടെ ഉള്ളിൽ ആ കലിപ്പ് കെട്ടടങ്ങണമെങ്കിൽ ഇവക്ക് എന്തെങ്കിലും സംഭവിക്കണം. ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളൊരു ന്യൂസ് കേട്ടാൽ നമ്മൾ ചിലപ്പം ഒരു പരിധി വരെ അടങ്ങും. അല്ലാത്ത പക്ഷെ നമുക്ക് ഈ ഒരു ഫ്രസ്ട്രേഷൻ ഇങ്ങനെ കിടക്കും ഉള്ളിൽ. കാരണം ഇത്രയും അപരാധം കാണിച്ച ഇവളൊക്കെ സുഖമായിട്ട് ഇവിടെ വീണ്ടും ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു ദുഃഖമായിരിക്കും നമ്മുടെ ഉള്ളിൽ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ കേസുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആര്? ദീപകിന്റെ കൂട്ടുകാര്. അപ്പോഴവിടെ നടന്നിട്ടുള്ളത് വളരെയധികം എന്നെ ഒരുമാതിരി അയ്യേ എന്ന് പറഞ്ഞ് ചിരിപ്പിച്ച അവസ്ഥയിലാണ് ആ ഒരു സംഭവം കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. നിങ്ങളതൊന്നും കാണണം കേട്ടാ. കാണേണ്ട കാര്യങ്ങളാണ്. അമ്മാതിരി സംഭവമാണ് അപ്പോഴ് അവിടെ നടന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് പോലീസ് സ്റ്റേഷൻ എന്നാണ് ഞാൻ ഇരുന്ന് ആലോചിച്ചത്. കണ്ടു നോക്കാം സുഹൃത്തുക്കൾ പറയുന്നത്. പിന്നെ മരണം അറിഞ്ഞ് നിങ്ങൾ പോലീസിനെ വിളിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയൊക്കെ ചെയ്തല്ലോ. പോലീസുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? നമ്മൾ പോലീസുകാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരായിരുന്നു സ്റ്റേഷനിലുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ഇതിലൊരു നടപടി സ്വീകരിച്ചിട്ട് ആ കുട്ടീൻ്റെ പേര് FIR ഇട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇതിൽ പിന്മാറുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോലീസ് CI ആണ് അവിടെ ഉണ്ടായിരുന്നത്. CI നമ്മൾ SIനോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ്. ഇന്ന ആളെ പേരിൽ ഇങ്ങനെ കേസ് എടുക്കണം, കാരണം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ചെന്നതാണ്. അപ്പോൾ അവിടെ CI ഞങ്ങൾ പറയുന്നതും കൂടി കേൾക്കാൻ തയ്യാറാവാണ്ടേ അദ്ദേഹം ജീപ്പിൽ കയറുകയും, യൂണിഫോമല്ല, അദ്ദേഹം ജീപ്പിൽ കയറുകയും ജീപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം
ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തതല്ലേ, ഞാൻ കണ്ടു വീഡിയോ. അപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു, സാർ അതിൽ എന്താ സാറ് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചു. കാരണം ആ ഒരു ഡിസ്റ്റൻസിൽ അത്രയും ഡിഫറൻറ്റിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത്. ആ പെൺകുട്ടി അങ്ങോട്ട് പോയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പം ഈ CI ഒരു നടപടിയില്ല, ഞങ്ങൾ നടപടി എടുക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് ഇവർ നമ്മളെ അവിടുന്ന് ആട്ടിപ്പായിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കേട്ടല്ലോ, കാര്യങ്ങൾ കേട്ടല്ലോ. അതായത് പോലീസുകാർ കേസ് എടുക്കാനായിട്ട് അങ്ങോട്ട് തയ്യാറാകുന്നില്ല. പോലീസുകാർ അങ്ങനെയൊക്കെയാണ്. എല്ലാവരും ഒന്നല്ല കേട്ടോ, ഇതുപോലെ ചിലവരങ്ങനെയാണ്, അവർക്ക് കേസ് എടുക്കാനൊരു മടിയായിരിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, റീച്ചിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ മക്കള് അത് മനസ്സിലാക്കുക. നമ്മളെപ്പോലുള്ളവർ എടുത്തു വെച്ച് ഇത് ന്യൂസാക്കി, ന്യൂസിന്റെ അങ്ങ് പീക്ക് ലെവലാക്കി, ഇത്രയും ചർച്ചയാക്കി, ഇവളുടെ എല്ലാ ഉടായ്പകളും പൊളിച്ചടിക്കുന്നതിനെ തുടർന്നിട്ടാണ് പോലീസ് കേസ് എടുത്തത്. ഇത് ഇത്രയും വലിയ സെൻസേഷണൽ വിഷയമാക്കിയത് നമ്മളെപ്പോലുള്ളവന്മാർ തന്നെയാണ്. നമ്മളെപ്പോലെയുള്ള ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഏറ്റവും വലിയ വിഷയമാക്കി ഇതിനെ കത്തിച്ച് വിട്ടുകൊടുത്തത്. കുറേ പേർക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരെ ഇഷ്ടമല്ല. അതെന്തെന്നറിയാമോ? നമ്മളുള്ള സത്യം ഒന്ന് തുറന്നു പറയും, ഉള്ള സത്യം ഓപ്പണായിട്ട് തുറന്നു പറയും. ആര് ഉടായ്പ അപരാധം കാണിച്ചു കഴിഞ്ഞാൽ അത് വിളിച്ചങ്ങ് പറയും. അത് ചിലവർക്കൊന്നും പിടിക്കത്തില്ല. അത് കാണുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിറ്റ് ജീവിക്കുന്നു എന്നുള്ളൊരു പേര് നമുക്ക് ചിലവർ കൊണ്ട് ചാർത്തി തരാറുണ്ട്. ഒരു തേങ്ങയില്ല. നീ എന്നാ തേങ്ങ പറഞ്ഞു കഴിഞ്ഞാലും ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ തളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇനിയും അപരാധി മക്കളെ എക്സ്പോസ് ചെയ്യും, വലിച്ചു കീറി ഒട്ടിക്കും. അതിൻ്റെ പേരിൽ എന്ത് തേങ്ങ വന്നാലും ഫേസ് ചെയ്യാൻ തയ്യാറായി തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഈ കമന്റ് ഒളികൾ വന്നിട്ട് ചിലവന്മാരൊക്കെ കമന്റ് ചെയ്യുന്ന കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വായിരിക്കുന്ന വല്ല കേൾക്കല്. മൂട് കൊള്ളൂല്ലെങ്കിൽ പച്ചത്തെറി തിരിച്ച് ഞാൻ വിളിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. ഇനി മറ്റേ പുന്നാര മോളില്ലേ, തന്തയില്ലാത്ത മോള് സിംജിത, നല്ല ഫേമസ് ആയല്ലോടി. നിന്റെ ആഗ്രഹം സംഭവിച്ചല്ലോടി. എന്തിനടി ഒളിവിലിരിക്കുന്ന? ബാ, നിനക്കൊരു ഇതൊക്കെ മറ്റേ മാലയൊക്കെ ഇട്ട് നിന്നെ സ്വീകരിക്കട്ടെ, എന്നിട്ട് പായസമൊക്കെ വിളമ്പിട്ട് നീ നല്ല റീച്ചായില്ല. പാൻ ഇന്ത്യ സ്റ്റോറായില്ലടി പുന്നാര മോളെ, തന്തയ്ക്ക് പിറക്കാത്തവളെ, തന്തയ്ക്ക് മുന്നേ പിറന്നവളെ. എന്തായാലും നിന്റെ ഒരു മോട്ടിവേഷൻ കാണാം ആദ്യം. ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാ നമ്മൾ കാണേണ്ടി വരുന്നത്. ശരിക്ക് ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അത് വേദന മാത്രമല്ലേ തരുന്നുള്ളൂ. യഥാർത്ഥ ശക്തി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നുമല്ല. അത് സത്യവും കരുണയും നീതിയും ഒക്കെയാണ്. ഇതൊക്കെ ഒന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാം. നിന്നെയൊക്കെ പോലുള്ളത് ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചത്തില്ലേ നീ? ഒന്നും ചത്തില്ലേ? സത്യം പറയാലോ, നിന്റെ ഒരു അന്ത്യം കണ്ടു കഴിഞ്ഞാൽ അത്രയും സമാധാനം. ഞാൻ ഒരു വ്യക്തിയെ പറ്റിയിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ നീ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ള ടീമല്ല. സീരിയസ്ലി ഈ ഭൂമിയിൽ ജീവിക്കാൻ നിനക്ക് ഒരു അർഹതയും ഇല്ല. നീ കഷ്ടം. ആ വ്യക്തി എന്ത് തെറ്റാടി തന്തയില്ലാത്തവളെ എന്നോട് ചെയ്തത്. എനിക്കിപ്പോഴും അത് മാറുന്നില്ല. ദീപകിന്റെ വീട്ടുകാരുടെ അവസ്ഥ നീ തീർത്തില്ലേ? ഇനി നിന്റെ അമ്മയുടെ കാലത്ത് നീ സോഷ്യൽ മീഡിയ റീച്ചല്ല. നിന്നെ വെളി കണ്ട നീ കണ്ണിലൊന്ന് പെടരുത്. നമ്മുടെ കണ്ണിൽ നീ വന്ന് പെടരുത്. നീ ഒളിവിലിരിക്കണമെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ നീ ചത്തോണം. മനസ്സിലായോ? അവിടെ ഇരുന്ന് നീ തീർന്നോണം, പുറത്തിറങ്ങരുത്. ആ രീതിയിൽ എവിടെയെങ്കിലും ഇരുന്നോണം. ഇവിടെ എവിടെ കണ്ടാലും നിങ്ങൾ അറിയിക്കുക. എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും, എത്ര കോടി മുടക്കേണ്ടി വന്നാലും, ഇവിടെ ഏത് രാജ്യത്ത് പോയി വിളിച്ചാലും എത്ര കോടി മുടക്കേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ ജനങ്ങളെല്ലാവരും കൂടി പിരിച്ച് ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടും. അത് കൺഫേമാണ്. നമ്മൾ പിരിക്കാൻ തുടങ്ങും, നമ്മൾ പിരിക്കാൻ ഇറങ്ങും, നമ്മൾ പിരിച്ച് ഇവിടെ തിരിച്ചിറങ്ങും. അങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ അങ്ങനത്തെ പണി കൊടുത്ത് ഇവളെ എത്തിക്കും. ഇവളെ ശിക്ഷിക്കണം. ഇവളെ വെറുതെ വിടല്ലേ. എനിക്ക് ആ കലിപ്പ് എപ്പോഴും മാറുന്നില്ല. ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കുടുംബക്കാരനോ എൻ്റെ കൂട്ടുകാരനോ എൻ്റെ ആരുമില്ല. ഈ ഒരു വിഷയം വന്നപ്പോഴാണ് അറിയുന്നത്. പക്ഷേ ഓരോ മലയാളികൾക്കും അങ്ങനെ തന്നെയാണ് അല്ലേ ദീപക് എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ആ വ്യക്തിയോട് ഇത്രയും ക്രൂരത ചെയ്ത ഇവളെ വച്ചേക്കാനുള്ള ഒരു ഇതില്ല. ഇവളെങ്ങനെ തീരണം എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഞാൻ അടങ്ങുന്ന എല്ലാവരും ചിന്തിക്കുന്നത്. ഇവളെ ഒരു അർഹതയും ഇല്ല ഇവൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ. മോള് ഇനി ഇവളുടെ വേറൊരു വീഡിയോ കാണാം കേട്ടോ. കാശ്, പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം തന്തയെ വരെ പിടിച്ച് പണം എന്നുള്ളൊരു സാധനമാണ് ഇവളുടെ വായിന്ന് വീഴുന്ന. പണം ഓക്കെ, ജീവിക്കാൻ പണം വേണം. പക്ഷെ ഈ പണവും റീച്ചും ഫെയിമും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവളെ തന്തയെ വരെ പിടിച്ച് പണ്ണ്. അങ്ങനത്തെ ടീമാണെന്ന് ഇവള് തന്നെ തെളിയിക്കുന്നുണ്ട്. ഞാനൊന്നും കൊടുക്കാം. ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് മണിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് മെച്യൂരിറ്റി എന്നുള്ളൊരു കോട്ട് വായിച്ച് ഞാൻ. പണ്ടാണെങ്കിൽ ഞാൻ അതിനെ കംപ്ലീറ്റ്ലി ഡിസഗ്രി ചെയ്തേനെ. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ത് പ്രശ്നങ്ങളും, ഈവൻ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പോലും കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരും.
പക്ഷേ ഈ മണി കൊടുത്താലുണ്ടല്ലോ, മണി നമ്മളെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഈവൻ സ്നേഹം പോലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിന്റെ തന്തയെ നിനക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? മണി 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടല്ലോ, നിന്റെ തന്തയെ നിനക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? പറ്റുമോടി? നിന്റെ ഉണ്ടാക്കിയ തന്തയെ നിനക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? പറ്റൂലല്ലോ. അതുകൊണ്ട് മണി മണിയൊക്കെ ഇരിക്കട്ടെ, പണം വേണം. പക്ഷെ പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം തന്തയെ പോലും മറക്കുന്ന പരിപാടി കാണിക്കരുത് കേട്ടാ. നീ പണത്തിനും റീച്ചിനും വേണ്ടിയിട്ട് ഒരു നിരപരാധിയായ മനുഷ്യനെ നീ തീർത്തു. അതാണ് നീ ചെയ്തത്. അപ്പൊ നീ ഇവിടെ ഇരുന്ന് കൊണയടിക്കില്ല. പണത്തിന് വേണ്ടി നിന്റെ അമ്മയുടെ മറ്റേ പരിപാടി നീ കാണിച്ച്. ഞാൻ ബൈജു എന്ന് പറഞ്ഞ ആ ഒരു ബ്രോയുടെ ഒരു വീഡിയോ ഞാൻ കൊടുക്കാം. ആ വ്യക്തി ഈ പയ്യന്നൂർ സ്ഥലത്തെങ്ങാണ്ട് ഉള്ളതാണ്. ആ വ്യക്തി ഈ ബസ്സിന്റെ യാത്രയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷിംജിത ഈ വ്യക്തിയെ എത്രയോ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് തീർത്തതെന്നാണ് പറയുന്നത്. അതായത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവള് പ്ലാനിങ്ങിലായിരുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ കാറും കാര്യങ്ങളൊക്കെ ഉള്ള ഇവൾ എന്തിന് 1 കിലോമീറ്ററോ 1-2 കിലോമീറ്റർ ബസ്സിൽ പോയി എന്നുള്ളൊരു ചർച്ച വരുന്നുണ്ട് പുറത്തോട്ട്. കാരണം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയിട്ട് ഏതെങ്കിലും ആണുങ്ങളെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവള് കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണെന്ന് ഈ വ്യക്തി പറയുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ട സമയത്ത് എനിക്കും തോന്നി ശരിയാണല്ലേ. എന്തായാലും എന്തൊക്കെ നാറിയ പരിപാടിയാലും ഈ തന്തയില്ലാത്തോള വച്ചേക്കൽ. പ്രിയപ്പെട്ടവരെ നോക്കൂ, യുവതി പറഞ്ഞിരുന്നത് പയ്യന്നൂരിൽ വെച്ചാണ് തനിക്ക് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാണ്. എന്റെ നാടാണ് പയ്യന്നൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ 1.25 കിലോമീറ്റർ ആണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്താൻ എടുക്കുന്ന സമയം. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ മുതലാളി ചോദിച്ചാൽ നമ്മുടെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നതായി ബസ് ജീവനക്കാർക്കോ ബസ് ഡ്രൈവർക്കോ യാതൊരു അറിവുമില്ല. അതുമല്ല, ബസ്സിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ബസ് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോഴെങ്കിലും അവിടെ ഹോം ഗാർഡ് ഉണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. പോലീസ് ആടി ഉണ്ടായിരുന്നു, ഹോം ഗാർഡ് ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കംപ്ലൈന്റ് പറയായിരുന്നു. നമ്മൾക്ക് കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇവരോട് ആരോടും ഒന്നും പറയാതെ ബസ്സിനകത്ത് ഷിംജിത റീൽ എടുക്കുന്നത് പോലെ പകർത്തിയ ആ വീഡിയോ ഫുട്ടേജ് മാത്രം കയ്യിലെടുത്ത് ഷിംജിത നടന്നുപോയി. ഇനി ഷിംജിത പറഞ്ഞതുപോലെ ആദ്യത്തെ 2 മിനിറ്റാണ് ഷിംജിത സഫർ ചെയ്തതെങ്കിൽ ഷിംജിത ആദ്യം പറയുകയുണ്ടായി, ആദ്യം മുമ്പിലുള്ള ഒരു കുട്ടിക്ക് ഇറിറ്റേഷൻ സംഭവിച്ചു, എന്നോട് ദീപക് പെരുമാറുന്നത് അതിന് ശേഷമാണ് എന്നാണ് പറഞ്ഞത്. ഈ 4 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ 5 മിനിറ്റ് ആയിക്കോട്ടെ, ഈ 5 മിനിറ്റ് കൊണ്ട് നടന്ന സംഭവമാണ് ഇതൊക്കെ ഷിംജിത. പ്രിയപ്പെട്ടവർ, ഈ വിഷയത്തിലുള്ള എന്റെ പ്രധാനപ്പെട്ട 3 ആശങ്കകൾ ഞാൻ പറയട്ടെ. കോഴിക്കോട് സ്വദേശിയായ ദീപക്കും വടകര സ്വദേശിയായ ഷിംജിതയും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്തിന്? അതിൽ ദീപക് വന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. കാരണം കോഴിക്കോട് നിന്ന് കാസർഗോഡ് വരെയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ഏരിയ. അവിടെ വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പല കടകളിലും എത്തിച്ചേർന്നത്. പക്ഷെ ഷിംജിത എന്തിനാണ് പയ്യന്നൂരേക്ക് വന്നത്? ഇതുവരെയും അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല. സംശയം നമ്പർ 2, ഇദ്ദേഹം മരിച്ചു എന്ന് പറയുന്നതിന്റെ തലേ ദിവസം ഇദ്ദേഹത്തിന്റെ പിറന്നാളായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞ വിവരപ്രകാരം തലേ ദിവസം ദീപക് 45,000 രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇനി ഈ 2 വിവരങ്ങളും ലിങ്ക് ചെയ്യുന്ന ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങൾ കൊണ്ടുപോകുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് മണിയാണ്. മണി നമ്മുടെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഈവൻ സ്നേഹം പോലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഷിംജിതയുടെ POVയിൽ പണമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആ പണത്തിന് വേണ്ടി ഷിംജിത എത്രയോ മാസങ്ങളായി തയ്യാറെടുത്തുണ്ടാക്കിയ ഒരു റീൽ നാടകം മാത്രമായിരുന്നു ഇത്. ഷിംജിത സോഷ്യൽ മീഡിയയിൽ ഒരു ഫെയിമിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. ഷിംജിത കോപ്പുകൂട്ടി കാത്തിരുന്ന സമയത്താണ് മറ്റൊരു പെൺകുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് എന്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാണ്. തെളിവുകൾ പറഞ്ഞു വരുന്നത് ഷിംജിതയ്ക്ക് ദീപകിനെ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ അറിയാമെന്നാണ്. ദീപകിന് ഒരിക്കലും ഷിംജിതയെ അറിയാൻ വഴിയില്ല. ദീപകിന്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഈ 2 ദിവസങ്ങളിലായി വന്ന ഫോൺ കോളുകൾ പരിശോധിക്കണമെന്ന്. ദീപകിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായി ഈ ഷിംജിത കൈക്കലാക്കിയിരിക്കണം. ആ പണത്തിനും ഫെയിമിനും വേണ്ടിയാണ് ഷിംജിത ആ വൈറൽ വീഡിയോ എടുത്തതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. മണി നമ്മുടെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതാവും തെളിവുകൾ നമുക്ക് മുന്നിലേക്ക് നിർത്തുന്ന സത്യം. ഒരു വീടിന്റെ ഐശ്വര്യമായിരുന്ന ചെറുപ്പക്കാരൻ, ഒരു വീടിന്റെ അത്താണിയായിരുന്ന ചെറുപ്പക്കാരൻ, അച്ഛന്റെയും അമ്മയുടെയും പൊന്നുമോൻ. ഈ വേർപാടിന് മുമ്പിൽ നീതി ലഭിക്കേണ്ടത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, ഹൃദയം നുറങ്ങുന്ന വേദനയുമായി സ്വന്തം മകനെ ഓർത്ത് ഇപ്പോഴും നെഞ്ചുപൊട്ടി കഴിയുന്ന ആ പാവം വൃദ്ധരായ അച്ഛനും അമ്മയ്ക്കുമാണ്. സത്യം ചെയ്യിക്കട്ടെ, സത്യം മാത്രം ചെയ്യിക്കട്ടെ. ഈ പുണ്ടാമോൾ തീർന്നെന്നുള്ള ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വേറൊന്നുമല്ല അവർക്ക് കിട്ടേണ്ട ഒരു ഇത്. ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് ചത്തൂടെ? ഇതൊക്കെ ഇത്രയൊക്കെ കണ്ടില്ലേ നീ എന്തിനീ ഒളിവില് പോയിരിക്കണേ പുന്നാരമോള്? നീ അത്രയ്ക്ക് വലിയ സത്യസന്ധത ആയിരുന്നെങ്കിൽ, നീ ചെയ്ത കാര്യത്തിൽ നിനക്ക് അത്രയും ജെനുവിറ്റി ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നീ എന്തിനു ഒളിവിൽ പോയിടി നായിൻ്റെ മോളെ? നീ എന്തിനു ഒളിവിൽ പോയത്?
എനിക്കങ്ങ് വന്നിരുന്നിട്ട് ഞാൻ അങ്ങനെയാണ്, എനിക്ക് അങ്ങനത്തെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് അങ്ങോട്ട് നിന്നൂടെ? നീ എന്തിന് 2 വീഡിയോ മുക്കി അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി? എന്താടി നീ കാണിക്കുന്ന? തന്തയ്ക്ക് മുന്നേ പറഞ്ഞവളെ, പുന്നാര മോളെ. ഇനി ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ആ ബസ്സിൽ കയറുന്ന CCTV ഫുട്ടേജ് ഉണ്ട്. സത്യം പറയാലോ, അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ വിഷമമാണ് വന്നത്. ആ ഒരു ഫുട്ടേജ് കണ്ട സമയത്ത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അവസാനമായിട്ട് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വീട്ടിലെ അച്ഛനും അമ്മയും മാത്രം അവരെ നോക്കുന്നു. അവരുടെ ആകെ ഉള്ളൊരു ആശ്രയവും അത്താണിയും പൊന്നോമനയായിരുന്നു ദീപക്. തീർത്തില്ലേടി പുന്നന്ന മോളെ. നീ അനുഭവിക്കൂടെ? നീ പെട്ടെന്നൊന്നും തീരൂല, നീ നരകിക്കും. നീ നരകിക്കുന്നതിന് കയ്യും കണക്കും കാണുള്ളൂ. ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ ശാപവും ആ വ്യക്തിയുടെ ശാപവും ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ ശാപവും നിന്റെ തലയിൽ മേലുണ്ട്. നീ ഗുണം പിടിക്കൂല മോളെ. നീ ഏത് കോത്താഴ്ത്ത് പോയി ഒളിച്ചാലും നിന്റെ കാര്യത്തിൽ തീരുമാനമാകും, അല്ലെങ്കിൽ ജനങ്ങളാക്കും. ഇനി ആ CCTV ഫുട്ടേജ് ന്യൂസ് കണ്ടുനോക്കാം. ബസ്സിലെ ലൈംഗിക അതിക്രമാരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ നിർണായക CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ബസ്സിലെ CCTV ദൃശ്യത്തിൽ അതിക്രമത്തിന്റെ തെളിവൊന്നും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ബസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പരാതിയായി തങ്ങളുടെ മുന്നിൽ എത്തേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പറയേണ്ടതാണ്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും അടുത്ത നടപടി എന്ന നിലയിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഇക്കാര്യം തങ്ങൾ അറിയിക്കുമായിരുന്നു. അങ്ങനെ ഒരു പരാതിയും ഈ ബസ്സിനകത്ത് നിന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയുന്നു ബസ് ജീവനക്കാർ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കാര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള സംസാരം നടക്കുമ്പോൾ അതിലൊന്ന് പറയുന്നത് ഈ വലിയ തിരക്കിനിടയിൽ ഒരുപക്ഷെ അറിയാതെ തട്ടുകയോ മുട്ടുകയോ ചെയ്തതൊക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ പല ചർച്ചകളിലും വരുന്നുണ്ട്. അപ്പോൾ ആ ബസ്സിനകത്തെ തിരക്ക് എത്രത്തോളമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ആ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചത്. വലിയ തിരക്ക് ആ ബസ്സിനകത്തുണ്ടായിരുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ആളുകളെല്ലാം തന്നെ ആ ബസ്സിലേക്ക് കയറുന്നത്. ആദ്യം ആ ബസ് അവിടെ എത്തുമ്പോൾ, അത് രാമന്തളിയിൽ നിന്ന് വരുന്ന ബസ്സാണ്, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തേക്ക് ആ ബസ് എത്തുന്ന സമയത്ത് സീറ്റുകളിൽ പോലും പൂർണ്ണമായും ഇരിക്കാൻ ആളുകളില്ലാത്ത അവസ്ഥയിലാണ് ആ ബസ് അവിടേക്ക് എത്തുന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബസ് നിർത്തിയിടുന്നു. പിന്നീട് ഒരു 5 മിനിറ്റോളം സമയം കൊണ്ട് ആ ബസ്സിൽ നിറയെ ആളുകൾ വന്ന് കയറുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ലഭ്യമായിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തിരക്ക് ആ ബസ്സിലുണ്ടായിരുന്നു. ഷിംജിത ബസ്സിലേക്ക് വന്ന് കയറുന്നു. പിന്നീട് ഏകദേശം 1-1.5 മിനിറ്റിന് ശേഷം ആ ബസ് അവിടെ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ദീപക് ആ ബസ്സിലേക്ക് വന്ന് കയറുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ. അങ്ങനെ വലിയ തിരക്കിനിടയിലേക്ക് അദ്ദേഹം കയറി വരുന്നു എന്നത് മാത്രമാണ് അതിലുള്ളത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ആ ബസ്സിനകത്ത് നടന്നതായി ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നില്ല. എനിക്കറിഞ്ഞൂറേ, എനിക്ക് സത്യം പറയാലോ നല്ല വിഷമം പറഞ്ഞ ആ വ്യക്തിയുടെ അവസ്ഥ ആലോചിക്കുമ്പോഴേ. ഒന്നുമില്ലെങ്കിൽ ഒരു പാവട, ഒരു അപ്പായി കണ്ടാലറിയാം, ഒരു അപ്പായി കേസാ. എന്തവസ്ഥ! ഈ ഇതുപോലത്തെ ഓരോരോ പുന്നാര പൂമുറ്റത്തെ മോളുകൾ വന്നിട്ട് ഓരോ ജീവിതങ്ങൾ തുളച്ച് അവളെ അമ്മയെ റയിച്ചുകൊണ്ടാക്കി. അവൾ പാൻ ഇന്ത്യൻ സ്റ്റാറായി, പുന്നാര മോള്. ഇനി എനിക്കൊരു ലേഡി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ വോയിസ് അത്രയും എൻ്റെ ഒരു വീഡിയോയിൽ വയ്ക്കുമെന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ ആ വോയിസ് ഒന്ന് കേൾപ്പിക്കുകയാണ്. അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഹായ്, ഞാൻ ചേട്ടൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ നമ്മുടെ രേണുസുധീൻ്റെ ആയാലും എല്ലാ വീഡിയോസും കാണുന്നതാണ്. ഞങ്ങൾ അബ്രോഡാണ് ഫാമിലിയായിട്ട്. ഇപ്പോൾ ഒരു ദീപക് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചേട്ടാ, ഞങ്ങളും പെൺകുട്ടികളാണ്. ഞാൻ ഈ പറയുന്ന പോലെ ട്രിവാൻഡ്രത്ത് ടു കൊച്ചിയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്ത സമയത്ത് ഒത്തിരിയും തവണ, കാര്യം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. അന്നേരത്തേന് രാത്രിയൊക്കെയാണ് ഞങ്ങൾ ബസ്സിലിരിക്കുന്നത്. ഒത്തിരി അങ്കിളുമാരായാലും ഇങ്ങനെ ഒരുപാട് മോശം ബിഹേവിയർ ഉണ്ടായതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ബസ് യാത്ര തന്നെ വേണ്ടാന്ന് വെച്ചത്. സ്പോട്ടിൽ റിയാക്ട് ചെയ്യും. അവിടെ ഉള്ള കണ്ടക്ടർ ആണെങ്കിലും മാന്യമായിട്ടുള്ള കുറച്ച് വ്യക്തികൾ ഏതായാലും ഒരു ബസ്സിനുള്ളിൽ ഉണ്ടാവുമല്ലോ, അവർക്ക് വിട്ടുകൊടുക്കും. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ സമൂഹ മാധ്യമത്തിലെടുത്തിട്ട് ആ വ്യക്തിഹത്യ ചെയ്യാനൊന്നും അന്ന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നുമുള്ളൊരു ഇതല്ല. നമുക്കിപ്പോൾ ഒരു പെണ്ണ് എന്നുള്ള രീതിയിലൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മോശം ബിഹേവിയർ ഉണ്ടായ സ്പോട്ടിൽ റിയാക്ട് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സത്യമായിട്ടും എനിക്കൊരു ആൺകുട്ടി വളർന്നു വരുന്നത്. അപ്പോൾ അവൻ്റെ ഫ്യൂച്ചർ എന്താവും? എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, ബ്രദറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്.
ഒരു വ്യക്തിയുടെ ജീവിതം അവസാനിച്ചു, അച്ഛനും അമ്മയ്ക്കും ആരും ഇല്ലാണ്ടായി. ഇങ്ങനെയുള്ളവരെയൊക്കെ എന്താ പറയുക, സമൂഹത്തിന് മുന്നിൽ തന്നെ കൊണ്ട് വലിച്ചു കീറണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ ഇതുവരെയുള്ള ചേട്ടൻ്റെ ഒരു വീഡിയോയ്ക്കും അങ്ങനെ മെസ്സേജ് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ അത് പറയാണ്ടിരിക്കാൻ തോന്നണില്ല. അതാണ് അവസ്ഥ. കാര്യം എന്തുവാണ് ആ ഒരു പെൺകുട്ടി കാണിച്ചിരിക്കുന്നത് ആ വീഡിയോയിലെല്ലാം. കാര്യം ആ വീഡിയോയിലെന്ന് പറയുന്നത് സ്ലോ മോഷൻ ആക്കിയാണ് കാണിച്ചിരിക്കുന്നത്. 2 സെക്കൻഡുള്ള കാര്യത്തിന് 4-5 സെക്കൻഡാക്കി സ്ലോ മോഷൻ ആക്കിയാണ് ആ വീഡിയോ കാണിച്ചിരിക്കുന്നത്. അത് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. കാര്യം ഞാനും വീഡിയോസൊക്കെ ഇങ്ങനെ സ്ലോ മോഷനൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആളാണ്. നമ്മൾ ഒരുപാട് പബ്ലിക്കിലോട്ട് ഇടാനല്ല, എൻ്റെ അക്കൗണ്ടൊക്കെ പ്രൈവറ്റ് തന്നെയാണ്. എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടും, ഇൻസ്റ്റ സ്റ്റോറി ഇടും, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ അറിയാം വീഡിയോ സ്ലോ മോഷനാണ്. അവളെ ടച്ച് ചെയ്തു എന്ന് പറയുന്നത് ഏതാണ്ട് സെക്കൻഡുകളുള്ള കാര്യം അവൾ അതിനെ വലിച്ച് നീട്ടിയിട്ടേക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപകാരമായിരുന്ന കാര്യം. നാളൊരു സമയം മറ്റുള്ളവർക്ക് എന്തെങ്കിലും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനിയൊരു സത്യസന്ധമായിട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ പോലും ആരും വിശ്വസിക്കാത്തൊരവസ്ഥയിലോട്ടാണ് ഈ ഒരു കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ വരാൻ സത്യമായിട്ടും പേടിയാവുക ഇങ്ങനെയുള്ള ഓരോന്ന് കാണുമ്പോഴേ. അവളെയൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ വലിച്ചു കയറണം. ഡെയിലി ഇത് തന്നെ കണ്ടൻ്റാക്കി ചേട്ടൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കണം. ഞങ്ങളൊക്കെ ഉണ്ട് സപ്പോർട്ടിന്. ഈ പറയുന്ന വുമൻസ് അസോസിയേഷൻ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇനി വരാണ്ടത്, അതായത് നിയമമായാലും നീതിയായാലും ഇപ്പോൾ എങ്ങനെയാണോ ഞാനൊരു പെണ്ണാണ്, അത് ഞാൻ തന്നെ പറയുക, ഇനി എങ്ങനെയാണോ ഒരു പെണ്ണിന് സപ്പോർട്ട് കിട്ടുന്നത് അതിൻ്റെ ഇരട്ടിക്ക് ആണുങ്ങൾക്ക് സപ്പോർട്ട് കിട്ടണം. കാരണം എനിക്കൊരു മകനാണ് വളർന്നു വരുന്നത്, എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയും സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. ഈ പറഞ്ഞ പോലെ എല്ലാം പെണ്ണ് എന്ന് പറയുന്നിടത്ത് 50-50 ചേട്ടാ. ഉള്ള കാര്യം പറയാമല്ലോ, ആണായാലും പെണ്ണായാലും നല്ലതുണ്ട് കെട്ടതുമുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ നിയമവും ഈക്വലായിട്ട് വരണം. അതുപോലെ ഇപ്പം നിയമം, ലോ ആൻഡ് ഓർഡർ മാറ്റാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും സമൂഹം തിരിച്ചറിയണം. ഇതുപോലുള്ള നിങ്ങളെപ്പോലുള്ള വ്ളോഗേഴ്സ്, ബിഫോർ എനിക്ക് സത്യം പറയാമല്ലോ, ഞാൻ അങ്ങനെ വ്ളോഗേഴ്സിനെ ഒന്നും ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു. പക്ഷേ 1-2 കാര്യങ്ങളിൽ ചേട്ടൻ്റെ അഭിപ്രായം നമ്മളൊക്കെ എങ്ങനെ ചിന്തിക്കുമോ, സാധാരണക്കാരായ ഞങ്ങളൊക്കെ എങ്ങനെ ചിന്തിക്കുമോ അതുപോലെ തന്നെയാണെന്ന് തോന്നിയതിന് ശേഷമാണ് ഞാൻ ചേട്ടനെ ഫോളോ ചെയ്തു തുടങ്ങിയത്. അതിനുശേഷം ഫ്രീ ടൈമിൽ ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത്. സത്യം പറയാമല്ലോ, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന ഞങ്ങളുടെ നാട്ടുകാരനാണ് സൂരജ്, ഫുഡി അങ്ങനെയൊന്നുമാണ് തോന്നുന്നു പേര്. പുള്ളിക്കാരൻ ഓരോരുത്തർക്ക് അർഹതപ്പെട്ടവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുന്നു. അവരുടെ അക്കൗണ്ടിൽ റീച്ചില്ലേ. അപ്പോൾ അതുപോലെ എത്രയോ, എനിക്ക് കറക്റ്റ് പേരൊന്നും അറിയത്തില്ല, എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട്. അവർ ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കുന്ന സപ്പോർട്ട് ചെയ്യും ചേട്ടാ. ഞങ്ങളെപ്പോലുള്ള ഒരു കാര്യം, ഞങ്ങളാൽ കഴിയുന്നത് പോലെ ഒരു കുടുംബത്തിനെങ്കിലും ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ അത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം പഠിക്കാൻ ബുക്ക് കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾ പേഴ്സണലി ഞങ്ങൾ ചെയ്യുന്നതാണ്. ഞങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടോ കാര്യങ്ങൾക്കൊന്നുമല്ല. കാര്യം ഞാൻ അത്രയും ഒരു പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടി, ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം ശമ്പളം ഉള്ളപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന 1-2 കുട്ടികളെ ഞങ്ങൾ സഹായിക്കുന്നു. അതിന് ഞങ്ങൾക്ക് ആർക്കും റീച്ചും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ല. പക്ഷേ അവർക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു 10 രൂപയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനെ 100 പേര് സപ്പോർട്ട് ചെയ്യും, ഞങ്ങളെപ്പോലുള്ള എല്ലാവരും. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ചേട്ടാ ഈ വോയിസൊക്കെ ഒന്ന് എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. എനിക്ക് ഈ റീച്ചിന് വേണ്ടി കാണിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, 10 രൂപയ്ക്കൊരു കുപ്പി വെള്ളം മേടിച്ച് വഴിയിൽ ദാഹിച്ചിരിക്കുന്ന ഒരാൾക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. നിങ്ങൾ ഈ ചതിയിലൂടെ നേടിയെടുക്കുന്ന ഫോളോവേഴ്സിനെക്കാളും ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള നിങ്ങൾക്ക് കുറച്ച് നല്ല ഫോളോവേഴ്സിനെ കിട്ടും. ഈ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു 10 രൂപയുടെ വെള്ളം വാങ്ങി ഒരാൾക്ക് കൊടുത്തിരുന്നാൽ പോലും നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. അതെനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഫോളോവേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ കയ്യിൽ നിന്ന് പൈസ മുടക്കാണ്ട് ഫോളോവേഴ്സ് വേണമെന്നാണെന്നുണ്ടെങ്കിൽ നല്ല കണ്ടൻറ്റുകൾ ചെയ്യുക. ഞങ്ങളെപ്പോലുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്യും.
എന്തായാലും ഇനി മലയാളികൾക്ക് സമാധാനത്തോടെ ഒന്ന് കിടന്ന് ഉറങ്ങണമെങ്കിൽ ഈ പുന്നാര മോളുടെ അന്ത്യം കാണണം. അല്ലാണ്ട് മലയാളികൾക്ക് സമാധാനത്തോടെ ഉറക്കം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ സത്യം ഇവളുടെ എന്തെങ്കിലും ഒരു കാര്യം ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയാണ്. പണ്ട് എക്സാമിന് പോലും ഞാനിങ്ങനെ റിസൾട്ട് വരാൻ കാത്തിരുന്നിട്ടില്ല എക്സാമിൻ്റെ. പക്ഷെ ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഞാൻ കാത്തിരിക്കുകയാണ്. എനിക്ക് അത്രയ്ക്ക് കലിപ്പാണ് ഈ പുന്നാര മോളോട്. ഞാൻ വേറെ 1-2 ഫോട്ടോസ് കൊടുക്കാം. ഒരു ബസ്സിൽ കുറച്ച് ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ട്, ആ ഡയലോഗ് ഒന്ന് വായിക്കാം. പ്രൈവറ്റ് ബസ്സിലാണ് എഴുതി വെച്ചിട്ടുള്ള, സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാം റീച്ച് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല. വേറൊരു ഡയലോഗ് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയുടെ. ഇൻസ്റ്റാഗ്രാം റീച്ച് ആഗ്രഹിക്കുന്ന വേറെ കുറച്ച് ആൾക്കാർക്ക് പ്രവേശനമില്ലെന്നാണ് ഞാൻ എഴുതി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി തമിഴ്നാട്ടിൽ വന്ന ഒരു ന്യൂസ് ഒന്ന് കൊടുക്കാം കേട്ടോ, നിങ്ങളൊന്ന് കാണും. എന്തായാലും ബസ്സിലൊക്കെ നല്ലത് തന്നെയാണ് ഇതൊക്കെ എഴുതി വെക്കണം. ഇതുപോലത്തെ അപരാധി മക്കൾ ഇനി ബസ്സിൽ കയറണ്ട. ഇതിപ്പം ഒരു ശിംജിത ഒന്നുമില്ല, ഇതേ മൈൻഡ് സെറ്റുള്ള വേറെയും കുറേ എണ്ണൊക്കെ ഇവിടെ കാണും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന. അബ്സാക്കർ റജി അതിലൊന്നാണ്, അത് ഊഫി. പിന്നെ അങ്ങേർക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ട് അവൾ രക്ഷപ്പെട്ട്. അതാണ് ഇവിടുത്തെ വേറൊരു കുഴപ്പം, അതും കൂടി ഇവിടെ എനിക്ക് സൂചിപ്പിക്കണം. അതായത് ഇവിടെ ഇപ്പൊ ദീപക് ഇങ്ങനെ തീർന്നത് കൊണ്ടാണ് ഇത് ഇത്രയും വലിയ വിഷയമായത്. അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ കുറച്ച് ആൾക്കാർ സംസാരിക്കും, അങ്ങ് തീരുക വിഷയം, അതേ സംഭവിക്കത്തുള്ളൂ. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരിക്കണം, നീതി ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ചർച്ചാ വിഷയം ആവണമെങ്കിൽ ഇവിടെ ഒരാൾ മരിക്കണം. അങ്ങനെ സംഭവിച്ചാലേ ഇവിടെ ചർച്ചയാവത്തുള്ളൂ. അതാണ് നമ്മുടെ നാടിന്റെ മറ്റൊരു പോരായ്മ. ആ പോരായ്മയൊക്കെ മാറണം. നിരപരാധിയായ ഒരു വ്യക്തിയായിരുന്നു ഈ ദീപക് എന്ന് പറയുന്ന നിരപരാധിയായ വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. എവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തമിഴ്നാട്ടിൽ വന്ന ഒരു நியூஸ் கொடுக்க. கேரளாவில் ஒரு இளம் பெண் தனது இன்ஸ்டாகிராம் ரீல்ஸ் வைரலாக வேண்டும் என்பதற்காக ஒரு அப்பாவி மனிதரின் உயிரை குடித்திருப்பது மிகப்பெரிய சோகத்தை ஏற்படுத்தி இருக்கிறது. தற்போது கேரளாவில் சில இளம் பெண்கள் கூட்டமாக இருக்கும் ரயில்கள், பேருந்துகள் இவற்றில் ஏறிக்கொண்டு அங்கு கூட்டமாக இருக்கும் ஆண்களின் பகுதிக்கு சென்று ஆண்கள் தங்களை வன்புணர்வு செய்வதாக தங்கள் சமூக வலைதள பக்கங்களில் வீடியோ வெளியிட்டு வருவது ட்ரெண்டாகி வருகிறது. அந்த வகையில் கேரள மாநிலம் கோழிக்கோடு பகுதியைச் சேர்ந்த சிம்ஜிதா முஸ்தபா என்ற இளம் பெண்ணும் கூட்டமாக இருக்கும் ஒரு பேருந்தில் ஏறி ஆண்கள் அதிகம் இருக்கும் பகுதிக்கு சென்று எதுவுமே செய்யாமல் அப்பாவியாக நின்று கொண்டிருந்த ஒரு மனிதர் தன்னை வன்புணர்வு செய்வதாக வீடியோ ஒன்றை தனது சமூக வலைதள பக்கங்களில் வெளியிட்டார். அந்த வீடியோ வைரலானதை தொடர்ந்து புகாருக்கு உள்ளாக்கப்பட்ட தீபக் என்ற அந்த மனிதர் தனது மனைவி 2 குழந்தைகளை தவிக்க விட்டு 42 வயதில் தனது இன்னுயிரை மாய்த்து கொண்டார். இந்த சம்பவம் கேரளா முழுவதும் மிகப்பெரிய சோகத்தை ஏற்படுத்தி இருக்கிறது. அதே வேளையில் சிம்ஜிதா முஸ்தபா என்ற அந்த இளம் பெண்ணை கைது செய்ய வேண்டும் எனவும் கண்டனங்கள் எழுந்து வருகிறது. പാൻ ഇന്ത്യൻ പുണ്ടയല്ലോ. നിന്റെ തന്തയടുത്തും കൂടി വിളിച്ച് പറ, നിങ്ങളെല്ലാവരും കൂടി കേട്ടെ. സന്തോഷമല്ലേടി പുന്നാരമോളെ, നിന്റെ തീർപ്പ് അതാണ് എനിക്ക് അറിയേണ്ടത്, നിന്റെ തീർപ്പ്. അതിനാണ് ഞാൻ വെയിറ്റിംഗ് ചെയ്യുന്നത്. എന്തായാലും നീ അനുഭവിക്കൂടി, അനുഭവിക്കാതെ പോകത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ആയിട്ടാണ്.